വളച്ചു കിട്ടിയുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് ധാരാളം പണ്ഡിതന്മാർ പരിവേഷമണിയുകയും ചെയ്യും. അതിൽ സംശയമൊന്നുമില്ല. നാളെ നമുക്ക് അത് നടക്കില്ലെന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു വാക്കുകൊണ്ട് പോലും, ഒരു നോക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാത്ത ഒരേ ഒരു മതമേ ലോകത്തുള്ളൂ. അതാണ് കാരുണ്യത്തിന്റെ തിരുദൂതൻ, മാനവരിൽ മനോഹരൻ നമ്മെ പഠിപ്പിച്ച കാരുണ്യത്തിന്റെ മതം. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായവും ആരംഭിക്കുന്നത് ഒന്നൊഴികെ, നമ്മൾ ഒരധ്യായം തൗബ ഒഴികെ മറ്റെല്ലാ 9-ാം അധ്യായത്തിൽ മാത്രം തുടക്കത്തിൽ ബിസ്മില്ല. എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ടാണ് ഈ മതം സമാധാന മതമാകുന്നത്. അപ്പൊ അങ്ങനെ കാരുണ്യവും കരുണാനിധിയും അതുപോലെ മറ്റേ ജയലളിതയും ഒക്കെയായി അവതരിച്ച ഈ ഗ്രന്ഥത്തിൽ മുഴുവനും അന്യമത വിരോധമുണ്ട് എന്ന് മാത്രം നിങ്ങൾ പറയരുത്. അതുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനമുണ്ട് എന്ന് നിങ്ങൾ പറയരുത്. കൊലവിളിയും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് എന്ന് നിങ്ങൾ പറയരുത്. എന്നാൽ നിങ്ങളുടെ ഇപ്പൊ വന്ദേമാതരക്കാരാണല്ലോ ഈ ചാനൽ ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലുള്ള കുറച്ച് യുദ്ധ സന്ദർഭങ്ങളും യുദ്ധവചനങ്ങളും ഞാൻ എടുത്തങ്ങോട്ടിട്ട് തരാം. മനുസ്മൃതി 8:39 എന്താണ് പറയുന്നത്? കുഴപ്പമില്ലാതാവുകയും മതം മുഴുവനും ദൈവത്തിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. മനുസ്മൃതി തീർന്നില്ല. 8:65 നബിയെ നീ വിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക. 9:5 അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇത് മനുസ്മൃതിയിലുള്ള വാചകങ്ങളാണെങ്കിൽ ആയിരുന്നെങ്കിൽ ഇന്ന് വിശ്വാസികൾ ഏത് രൂപത്തിലാകുമായിരുന്നു പ്രതികരിക്കുന്നത്? ഇനിയും മതഗ്രന്ഥങ്ങളിൽ, ഇനിയും ഹൈന്ദവ മതഗ്രന്ഥങ്ങളിലും ക്രൈസ്തവ മതഗ്രന്ഥങ്ങളിലും ധാരാളം കാര്യങ്ങൾ ഉണ്ടാകും ആധുനികതയ്ക്ക് നിരക്കാത്തത്. പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ആരും വാളെടുക്കുന്നില്ല. ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ജീവിച്ചേ മതിയാകൂ, ഈ നിയമം തന്നെ നമുക്ക് വേണമെന്നും പറഞ്ഞ് ആരും പൊതുനിരത്തിൽ ധർമ്മയ്ക്ക് ഇറങ്ങുന്നില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ സമാധാന ഗ്രന്ഥത്തില് 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 39 പറയുന്നത് നിങ്ങൾ മര്യാദക്ക് യുദ്ധത്തിനിറങ്ങിക്കോ. ഇനിയും നിങ്ങൾ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ അല്ലാഹു നൽകും. തന്നെയുമല്ല, നിങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് യുദ്ധം ചെയ്യാൻ സന്നദ്ധരായ മറ്റൊരു ജനതയെ അല്ലാഹു കൊണ്ടുവരികയും ചെയ്യും. ഇങ്ങനെയുള്ള വചനങ്ങൾ ഈ ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശരാശരി വിശ്വാസി പറയും ഏയ് ഇല്ല. കാരണം അവൻ ഈ മതത്തെ പ്രാമാണികമായി അറിയില്ല. അവൻ അറിയുന്നത് അവൻ ജസ്റ്റ് ഫോളോ ചെയ്തു വന്ന ചില വിഷയങ്ങൾ മാത്രമേ അവൻ അറിയൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആദ്യം ഓതി വെച്ച 9-ാം അധ്യായത്തിലെ 111-ാമത്തെ വചനത്തിലും അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങളുടെ ശരീരവും സമ്പത്തും നിങ്ങൾ എനിക്ക് നൽകണം, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണ്? എനിക്ക് വേണ്ടി നിങ്ങൾ കൊല്ലണം, കൊല്ലപ്പെടണം. ഇങ്ങനെ ധാരാളം വചനങ്ങളുണ്ട്. 9:29 അല്ലാഹു പറയുന്നത്, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ യഹൂദരും ക്രിസ്ത്യാനികളും, അവരെ കുറിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുക. കാരണം അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് ആരാ? മുസ്ലിങ്ങൾ. അപ്പൊ യഹൂദരും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നില്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ അവന്റെ അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും, ക്രിസ്ത്യാനികൾ എങ്ങനെയാ നബിയെ അംഗീകരിക്കുന്നത്? സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും, അതായത് സത്യമതം എന്താണ്? ഇസ്ലാം മതം. ചുരുക്കത്തിൽ ക്രൈസ്തവരെയൊക്കെ കൊന്നു തള്ളിക്കോ, എന്നിട്ട് അവരുടെ കഴുത്തിൽ കത്തിവെക്ക്, എന്നിട്ട് അവരോട് യുദ്ധം ചെയ്, എന്നിട്ട് അവരിനെ കീഴടങ്ങിയിട്ട് നികുതി തരാം, ജിസിയ തരാം എന്ന് പറഞ്ഞാൽ അവരെ വിട്ടേക്ക്. ഇതൊക്കെ ഖുർആനിലുണ്ട്. തീർന്നില്ല. ഞാൻ നേരത്തെ ഓതി വെച്ചു 9-ാം അധ്യായത്തിൽ 123 അല്ലാഹു പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. നിങ്ങൾ യുദ്ധം ചെയ്യണം. പോരാ, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം തുടങ്ങിയ ഒരുപാട് വർഗീയ വിഷം ചീറ്റുന്ന ഒരു മതഗ്രന്ഥത്തെ വെള്ളപൂശാനാണ് ആ യുദ്ധം കൊണ്ട് ഇവർ ശ്രമിക്കുന്നത്. ഒരു വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യനെ നോവിക്കാത്ത ഗ്രന്ഥമാണ് ഖുർആൻ. എല്ലാ മനുഷ്യരോടും സമത്വഭാവത്തോടുകൂടി കാണുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നൊക്കെയുള്ള തള്ളുകൾ മതം എന്താണ് എന്ന് അറിയാത്തവരോട് പറയുന്നതായിരിക്കും നല്ലത്. ഇതിന് ചെറിയ കുഞ്ഞ് വലിയ കുഞ്ഞ് എന്നൊന്നുമില്ല. ഈ മതം ജനിക്കുന്നത് മുതൽ ഈ മതനിയമങ്ങൾ ഓരോ മുസ്ലിം കുട്ടികളും പൗരന്മാരും പൗരകളും ഒക്കെയും
ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നാൽ അവരാണ് മുസ്ലിം. അല്ലാത്തവരൊക്കെ നരകത്തിന്റെ തീക്കട്ടകളാണ്. അല്ലാത്തവരെ ഒന്നും മുസ്ലിമായിട്ട് അംഗീകരിക്കുകയുമില്ല. തീർച്ചയായിട്ടും ടീച്ചർ, നമ്മൾ ഈ ഒരു പൊതുബോധത്തിനെ പറ്റി മതഗ്രന്ഥങ്ങളുടെ ഒരു ആഭ്യന്തരത്തിലേക്ക് വരാം. ഈ മദ്രസ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ ഒരു മതവിദ്യാഭ്യാസം സ്വാധീനിക്കുന്ന ഒരു രീതി എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ മദ്രസ എന്ന് പറയുന്നത്, ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ മദ്രസ എന്ന വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരു 10,000 പീഡനങ്ങളുടെ കഥകളാണ് ആദ്യം പൊങ്ങി വരുന്നത്, അത് പുറത്തറിയുന്നു. അതുപോലെ തന്നെ മറച്ചു വെക്കപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ മറച്ചു വെക്കുന്നത് പലപ്പോഴും മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ശ്രദ്ധിക്കപ്പെട്ടുള്ളത്. ഈ അടുത്ത് പട്നയിലാണെന്നാണ് എന്റെ ഓർമ്മ. കാലിൽ ചങ്ങലയ്ക്ക് കെട്ടിയിട്ട് കുട്ടികളെ മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു. മാതാപിതാക്കൾ മുന്നോട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾക്കതിൽ പരാതിയില്ല. അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നു. ഇപ്പൊ കേരളത്തിൽ നിന്ന് കുറച്ചെങ്കിലും, വളരെ ചുരുങ്ങിയ ശതമാനത്തിലെങ്കിലും അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് തൃശ്ശൂർ എരുമപ്പെട്ടിയിലെ കയ്യില് ബ്രേസ്ലെറ്റ് ധരിച്ചതിൽ ഒരു കുട്ടിയെ മർദ്ദിച്ചത് മാതാപിതാക്കൾ തന്നെയാണ് അതിന് പരാതി നൽകിയത്. പക്ഷെ എന്നാൽ ഈ ഒരാൾ പരാതി നൽകുമ്പോൾ ഒരു 10 പേരത് മറച്ചു വെക്കും, 100 പേരത് മറച്ചു വെക്കും. ഈ ഒരു അടിമത്ത മനോഭാവമോ അല്ലെങ്കിൽ ഉസ്താദിനെ ദൈവതുല്യനായിട്ട് കണ്ടിട്ട് പേടിപ്പിച്ചത് ഉസ്താദല്ലേ എന്ന് കാണുന്നൊരു മനോഭാവം മാതാപിതാക്കളുണ്ട്. ഈ മാതാപിതാക്കൾ ഇങ്ങനെ നൽകുന്നൊരു സന്ദേശം കുട്ടികളിലേക്കും ഇത് എത്രത്തോളം ബാധിക്കുന്നു? ഇപ്പൊ പീഡനം എന്നടിച്ചാൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ വരുന്നത് മദ്രസ പീഡനം നടത്തിയ ഉസ്താദുമാരുടെ വീഡിയോകളാണ്. അതിനും യൂട്യൂബിലാണെങ്കിലും അതല്ല സോഷ്യൽ മീഡിയയിലെ ഏത് പ്ലാറ്റ്ഫോമിൽ നോക്കിയാലും, ഫേസ്ബുക്കിൽ നോക്കിക്കോ, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കോ, ട്വിറ്ററിൽ നോക്കിക്കോ, എല്ലാത്തിലും വരുന്നത് ഏറ്റവും കൂടുതൽ ഇവരാണ്. ഇനിയും ഇതിലൊന്നും പരാതിയുമായി മുന്നോട്ട് വരാത്തത് നല്ലൊരു വിഭാഗം ആളുകളും ഇവര് തന്നെയാണ്. കാരണം ഉസ്താദ് അറിവ് പകർന്നു നൽകുന്ന ആളാണ്. അയാള് തന്തയിലാഴിക കാണിച്ചാൽ വേണ്ട, ഉസ്താദ് പിടിക്കുന്നിടവും ഉസ്താദ് അടിക്കുന്നിടവും സ്വർഗത്തിലാണ് എന്നാണ് ചെറിയ പ്രായം മുതലേ ഞങ്ങളുടെ വീടുകളിൽ പരിശീലിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉസ്താദ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ അവിശ്വസിക്കുകയല്ലാതെ ഉസ്താദിനെ ഒന്നും പറയില്ല. ഒന്നത്. പിന്നെ 2, കുട്ടികളുടെ ഭാവി. നാളെ കുട്ടികൾ നമ്മളൊരു കേസ് വഴക്കൊക്കെ ആയിട്ട് പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകും? നമ്മുടെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പുറത്തറിയില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും വന്ന് കല്യാണം കഴിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രൂപത്തിലല്ലേ ആൾക്കാർ കാണത്തുള്ളൂ. അതുകൊണ്ട് ആരോടും പറയണ്ട. പിന്നെ ഇതിലെല്ലാത്തിലും ഉപരി ഇതിനകത്തും മതഗ്രന്ഥമുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് വിശ്വാസികളെ, അതായത് മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. അവർ സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി വർത്തിക്കുക മാത്രമല്ല, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെക്കുകയും വേണം. എന്നാൽ അള്ളാഹു പരലോകത്ത് ഇവന്റെ ന്യൂനത മറച്ചു വെക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തില് പരിശീലിപ്പിക്കപ്പെട്ടാൽ ഇങ്ങനെ തന്നെയേ ആകൂ. അതുകൊണ്ടാണ് ഇപ്പം ഷെഫീഖ് കാസ്മി എന്ന് പറയുന്ന ഒരു മദ്രസ അധ്യാപകൻ, ഒരു പള്ളിയിലെ ഇമാമാണ്, സുഹൃത്തിന്റെ കുട്ടിയെ ഇന്നോവയിൽ കയറ്റി തൊഴിലുറപ്പുകാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. തൊഴിലുറപ്പുകാർ കണ്ടതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ. അപ്പൊ തൊഴിലുറപ്പുകാർ പറഞ്ഞു, ഇതാരാണ് ഇതിനകത്ത്? അതെന്റെ ഭാര്യയാണ്. എന്നാ തുറക്ക്, ഞങ്ങളിത് മുഖം കാണട്ടെ. അത് കാണാൻ പറ്റില്ല, അത് തുണിയില്ലാതിരിക്കുകയാണ്. അപ്പൊ തൊഴിലുറപ്പുകാർ ചോദിച്ചു, ഇതിനൊന്നും വീട്ടിൽ സ്ഥലമില്ലേ ഭാര്യയാണെങ്കിൽ? അങ്ങനെയാണ് ആ കുട്ടിയുടെ പർദ്ദയുടെ ഒരു അറ്റം ഒന്ന് മാറിയപ്പോഴാണ് അവർ ഈ കുട്ടിയുടെ സ്കൂൾ യൂണിഫോം കാണുന്നത്. അങ്ങനെയാണ് അവർ പ്രശ്നമുണ്ടാക്കുന്നത്. എന്നിട്ട് ആ ഷെഫീഖ് കാസിമിയെ രക്ഷപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഗീർവാണം അടിച്ചത് ആ പെൺകുട്ടിയുടെ ഉമ്മയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ എങ്ങനെ നേരെയാക്കണമെന്നാണ്. ആക്കാൻ പറ്റില്ല, പ്രയാസമാണ്. എനിക്കിവിടെ കറണ്ട് ഇല്ല, ഞാൻ വലിയ ബുദ്ധിമുട്ടി അടുക്കളയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 1 മണിക്കൂറേ ഇരിക്കാൻ പറ്റൂ. ഞാനത് വിനോദിനോട് റിമൈൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കറണ്ട് ഇല്ല എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് നിങ്ങളൊന്ന് സഹകരിക്കണം. ഇനി ഒരിക്കലാകാം നമുക്ക് കൂടുതൽ ചോദ്യോത്തര വേദി. അടുക്കളയിലാണ് ഇരിക്കുന്നത്, ഇരുന്നിട്ട് എനിക്ക് നല്ല അസ്വസ്ഥതയുണ്ട്. തീർച്ചയായിട്ടും ടീച്ചർ, അപ്പോൾ ആണെങ്കിൽ നമുക്കൊരു ടീച്ചറിന്റെ ഒരു ചെറിയ സംഹാരത്തോടു കൂടി പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇന്ന് മറ്റ് ചോദ്യോത്തരങ്ങൾ വേണ്ട, ടീച്ചറുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു ചുരുങ്ങിയ ഒരു ഉപസംഹാരമെങ്കിലും നടത്തണമെന്ന് ടീച്ചറോട് അഭ്യർത്ഥിക്കുന്നു. ടീച്ചർ, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻ നിശ്ചയപ്രകാരം മാത്രമാണ് നടക്കുന്നത്. ഈ കുട്ടിയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ, ഈ 10 വയസ്സുകാരനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ അവനായിരിക്കുമ്പോൾ അള്ളാഹു അവന്റെ മൂർധാവിൽ എഴുതി വെക്കുകയാണ്, ഇന്ന വയസ്സിൽ ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഈ കുട്ടി വിളിക്കണം, എന്നിട്ട് ഇതിങ്ങനെ വിവാദമാകണം. ഇങ്ങനെയാണ് ഇസ്ലാം മതത്തിന്റെ വിശ്വാസം. ഇങ്ങനെ
എല്ലാം നടക്കുന്നത് അള്ളാഹുവിന്റെ മുൻ നിശ്ചയ പ്രകാരമാണ്. അള്ളാഹു അറിയാത്തതും അള്ളാഹു ഉദ്ദേശിക്കാത്തതുമായ ഒന്നും ലോകത്ത് സംഭവിക്കില്ലത്രേ. ഞാൻ ഇന്ന വയസ്സുവരെ ഇസ്ലാമിലായിരിക്കുകയും ഇന്ന വയസ്സാകുമ്പോൾ മതം ഉപേക്ഷിക്കുകയും ഇന്ന പ്രായം വരെ മതവിമർശകയായി ജീവിക്കുകയും ചെയ്യണം എന്നതെല്ലാം നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും, ഇങ്ങേയറ്റം നമ്മൾ കഴിക്കുന്ന ഓരോ ചോറിലും അത് അരിയായിരിക്കുമ്പോൾ തന്നെ അള്ളാഹു പേരെഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നോ അങ്ങോട്ടൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും പിന്തുടരും എന്നാണ് ഹദീസിലുള്ളത്, പ്രവാചകൻ പഠിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നല്ലതാകട്ടെ ചീത്തയാകട്ടെ, അള്ളാഹുവിന്റെ തീരുമാനത്തോടു കൂടിയാണ് നടക്കുന്നത് എന്നാണ് ഇസ്ലാം മതത്തിന്റെ വിശ്വാസം. നിർബന്ധമായിട്ടും അങ്ങനെ വിശ്വസിക്കുകയും വേണം. അതായത് ഇസ്ലാമിലെ 6 ഈമാൻ കാര്യങ്ങൾ, വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളിൽ 6ാമത് ഖൈറും ഷർറും കുല്ലും മിൻ ഇൻദില്ലാ, എല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതും ചീത്തയുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് നടക്കുന്നത്. അതാണ് അള്ളാഹുവിന്റെ ഖലായും ഖദറും. ഈ രൂപത്തില് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് സകലതും നടക്കുന്നതെങ്കിൽ, അവന്റെ ഔദാര്യത്തോടു കൂടിയാണ് സകലതും നടക്കുന്നതെങ്കിൽ, ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് അള്ളാഹു, വേറൊരു മനുഷ്യനെ നേർമാർഗത്തിലാക്കുന്നത് അള്ളാഹു. ഈ കുട്ടിയെ കൊണ്ട് ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം വിളിച്ച് ഇസ്ലാമിന് ഒരു കോട്ടമുണ്ടാക്കിയതും അള്ളാഹു തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത്തരത്തിലൊരു മദ്രസ പ്രോഡക്റ്റിനെ ഈ തീവ്രവാദ ആശയങ്ങളോടുകൂടി ഇവർ സൃഷ്ടിച്ചു വിട്ടാൽ ഈ കുട്ടി വളർന്നു പടർന്നു പന്തലിച്ച് ആരായി മാറും, എവിടെ എത്തും? ഇതുപോലെ എത്രയെത്ര മദ്രസകൾ ഈ കേരളക്കരയിലുണ്ട്. ഈ കേരളക്കരയിൽ എന്താണ് ഈ കുഞ്ഞുങ്ങളെ ഈ ചുമരുകൾക്കകത്ത് പഠിപ്പിക്കുന്നത് എന്ന് ആരറിയുന്നു? ആരാണ് പഠിപ്പിക്കുന്നത് എന്ന് ആരറിയുന്നു? എന്ത് പഠിപ്പിക്കുന്നു എന്ന് ആരറിയുന്നു? ഈ പഠിപ്പിക്കുന്ന ഉസ്താദിന് എന്ത് തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത് എന്ന് ആരറിയുന്നു? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പഠനങ്ങൾ സുതാര്യമാകണം. എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. ഇത് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നന്ദി. വളരെ നന്ദി ടീച്ചർ. ഈ കറണ്ട് ഇല്ലാതെ എഴുതുന്ന സമയത്ത് ഇത്രയും ഞങ്ങൾ ചെലവഴിച്ചതിന് വന്ദേമാതരം ക്ലബ് ഹൗസിന്റെ പേരിൽ, ശ്രോതാക്കളുടെ പേരിലും അഡ്മിൻസിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ടീച്ചറെ ഉടനെ തന്നെ ഞങ്ങൾ ഇതിന്റെ പരിപാടിയുടെ തുടർച്ചയ്ക്കായിട്ട് ക്ഷണിക്കുന്നതാണ്. കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ തന്നെ. ടീച്ചറുടെ സമയം പോലെ ഞങ്ങളോടൊപ്പം പങ്കെടുക്കണമെന്ന് ഈ വേദിയിൽ വെച്ച് അഭ്യർത്ഥിക്കുകയാണ്. വളരെ നന്ദി ടീച്ചർ. ഇന്ന് മറ്റ് ശ്രോതാക്കൾ ക്ഷമിക്കുക, ടീച്ചർക്കുള്ള അസൗകര്യം കാരണം ഇന്ന് ശ്രോതാക്കളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ടീച്ചറുടെ സമയം പോലെ നമുക്ക് ഈ പരിപാടിയുടെ തുടർച്ചയായി ഉള്ള കാര്യപരിപാടി ആസൂത്രണം ചെയ്യുന്നതാണ്. എല്ലാവരും സഹകരിക്കുക. അപ്പോൾ ഇന്ന് പങ്കെടുത്തതിന് ആദ്യം ഒരിക്കൽ കൂടി ടീച്ചറോടുള്ള പ്രകൈതവമായ നന്ദി അറിയിക്കുകയാണ് വന്ദേമാതരം ക്ലബ് ഹൗസിന്റെ പേരിലും മോഡറേറ്റേഴ്സിന്റെ പേരിലും ശ്രോതാക്കളുടെ പേരിലും. വളരെ നന്ദി ടീച്ചർ. ഒപ്പം വന്ദേമാതരം ക്ലബ് ഹൗസും യൂട്യൂബ് ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാര്യപരിപാടിയുടെ